മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോ പോകാം ഗൈസ്. നമ്മൾ വാട്ടർ മെട്രോ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെ ഒരു കൊളോണിയൽ സ്ട്രക്ചറിലാണ് ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ അത്രയും പണ്ടുകാലത്തെ ബിൽഡിങ്സ് ഒക്കെയാണ്, പണ്ടൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ പണിത ബിൽഡിങ്സ് ഒക്കെയാണ്. അപ്പോൾ എല്ലാം ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിക്കും കാണുമ്പോൾ. ഗൈസ്, അങ്ങനെ നമ്മളിനി പോകാൻ പോകുന്നത് പ്രിൻസസ് സ്ക്വയർ എന്ന് പറയുന്ന ഫോർട്ട് കൊച്ചിയിലെ ഒരു സ്ഥലത്തേക്കാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകും. ഗൈസ്, നമ്മൾ ഈ പോകുന്നതാണ് പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. അതിൽ ഒരുപാടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ കണ്ട ബോർഡ് പ്രകാരം ഇതാണ് നമ്മൾ പോകുന്ന പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് പാർക്കുണ്ട്, വാസ്കോ ഡ ഗാമ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ നമുക്ക് കാണാം. പിന്നെ എനിക്കിപ്പോൾ കാണേണ്ടത് ബിഗ് ബി സിനിമ ഷൂട്ട് ചെയ്ത വീടാണ്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. പിന്നെ അപാര വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് തണലുമുണ്ട്. അപ്പോൾ നമുക്ക് ബിഗ് ബി നടന്ന കാണാം. റെൻ്റ് സൈക്കിളൊക്കെ കിട്ടും കേട്ടോ. അതാണ്ട് ഈ ഇരിക്കുന്നതാണ് സൈക്കിൾ കേട്ടോ. എത്ര കേട്ടോ സൈക്കിളിൻ്റെ? എത്ര? 1 മണിക്കൂർ 50 രൂപ. കാണുന്ന ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. പഴയ ഒരു ബിൽഡിംഗ് ആണ്, പക്ഷേ അതിനെ അവർ ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയേക്കുന്നതുകൊണ്ട് അത് കാണാൻ കുറച്ച് ഭംഗിയായിട്ടുണ്ട് അല്ലേ. വേറൊരു രീതിയിലുള്ളൊരു പുതിയ സ്ട്രക്ചർ ഒന്നും കൊടുത്തില്ല, ഉള്ള സ്ട്രക്ചർ തന്നെ അത് അടിപൊളിയാക്കി അവരെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിലവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതന്നെ, പക്ഷെ കട്ട വെയിലാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലത്തുള്ള സ്ട്രീറ്റുകളാണ്. പിന്നെ അതുപോലത്തുള്ള ഇതുപോലത്തുള്ള ആൻറ്റി കളക്ഷൻസുകൾ ഇങ്ങനത്തെ ഉള്ളതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു ഇത് നോക്കിയാൽ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്പേസാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. അതാണ് ഇവിടെ കാണാനുള്ളത്, അതൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതകളും ഇതൊക്കെയാണ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാനുള്ളത്. സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുന്ന റോഡിലാണ് ഈ കാണുന്ന ഈ ഒരു സ്ഥലം ഉള്ളത് കേട്ടോ. കൊച്ചി ഇനി എത്ര വളർന്നെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബിൽഡിങ്സിനൊന്നും യാതൊരുവിധ മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അത്രയേറെ ചരിത്ര പ്രാധാന്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ആണെങ്കിലും മട്ടാഞ്ചേരി ആണെങ്കിലും. പണ്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ താമസിച്ചിരുന്ന സമയത്ത് അവർ പണിത ബിൽഡിങ്സാണ് ഈ കാണുന്നതിലേക്ക് ഏറെയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അതുമാത്രമല്ല ഇവിടെ ഇതിനിടയിൽ കയറി പുതിയ ബിൽഡിങ്സ് പണിയാനോ അല്ലെങ്കിൽ ഇതൊക്കെ പൊളിച്ചിട്ട് വേറെ ബിൽഡിങ്സ് പണിയാനോ ഒരു അനുമതി ഇവിടെ നൽകാറില്ല. അപ്പം നിലവിലുള്ള ബിൽഡിങ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കാഴ്ചക്കാർക്ക് വന്ന് കാണുമ്പോൾ ഇവിടെ അല്ലാത്ത നമ്മൾ പുറത്തുനിന്ന് വന്ന് കാണുന്നവർക്ക് ഇതൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോർട്ട് കൊച്ചി കാണാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഫോറിനേഴ്സ് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. എങ്കിലും ഫോറിനേഴ്സാണ് കൂടുതലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രയേറെ മനോഹരമാണ് ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ശരിക്കും നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? Singing bowl. Singing bowl. This is same like that. കൊട്ടില്ല, വെറുതെ തെറ്റിട്ട് പോയി. അത് കൈയെടുക്കരുത്. അങ്ങനെ ശബ്ദമൊന്നും വരുന്നില്ലല്ലോ. നമ്മൾ ബിഗ് ബിയിലെ ആ ഒരു വീട് കാണാൻ പറ്റിയിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ നേരെ കാണുന്ന ഇതുണ്ടല്ലോ, അതൊരു ചർച്ചാണ്. അതാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷുകാർ പണിത, ബ്രിട്ടീഷുകാരല്ല പോർച്ചുഗീസുകാർ പണിത ചർച്ചാണ്.
അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്കുള്ളത്. അപ്പോൾ അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചർച്ച്. ഇപ്പം ഈ കാണുന്നത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലെ പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. ശരിക്കും ബിഗ് ബി സിനിമയിലെ വീട് അന്വേഷിച്ച് നടക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടാണ് ഈ കിടന്ന് അന്വേഷിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബിഗ് ബി സിനിമയിലെ വീട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു മതിലിന് ചെറിയൊരു പൊക്കം വന്നുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ 2007 ഇറങ്ങിയ ബിഗ് ബി സിനിമയിൽ നമ്മുടെ ബിലാലിൻ്റെ ഹൗസാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സിനിമയിൽ അതിനുശേഷം ഈ ഒരു വീട് വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കുറേ പിള്ളേർ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിച്ചത്. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മൾ ബിഗ് ബി സിനിമയിലെ ബിലാലിൻ്റെ ഹൗസ്. അപ്പോൾ ആ ഒരു ബിഗ് ബി മാത്രമല്ല, വേറെ കുറേ പടങ്ങളിലും ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് മാത്രമല്ല പ്രത്യേകത, ഇവിടെ വാസ്കോ ഡ ഗാമ പണ്ട് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഹോം സ്റ്റേ ആണ്. വാസ്കോ ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. ആ വാസ്കോ ഡ ഗാമ താമസിച്ചിരുന്നുണ്ടായിരിക്കും അതിന് വാസ്കോ ഹോം സ്റ്റേ എന്നൊരു പേരുമുണ്ട്. അപ്പോൾ ഇതാണ് ആ വീട്. അപ്പോൾ നമ്മുടെ അറിയാത്തവർക്കാണെങ്കിൽ നമ്മുടെ ഫോർട്ട് കൊച്ചി പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സംഭവമുള്ള കേട്ടോ വീടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നേരെ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പം അതിൻ്റെ ഒരു സിനിമയിൽ കണ്ട വീട് നേരി കണ്ടപ്പോൾ ഒരു കൊളോണിയൽ സ്ട്രക്ചറിലാണ് ഒട്ടുമിക്ക ബിൽഡിങ്സും ഇവിടെ ഉള്ളത്. ഗൈസാണ് നമ്മുടെ അവിടുത്തെ ബിലാലിൻ്റെ ഹൗസ്. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയാണ് അവിടുത്തെ ആ ഒരു സംഭവമൊക്കെ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നല്ല ഫുഡ് കഴിക്കുന്ന ഇടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. അത് നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് പാക്കറ്റുള്ള ഇത് നമ്മുടെ കൂടെ വന്ന ചാത്തന്മാരാണ്, നിങ്ങളാണ്. സ്പോട്ട് കാണിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഫ്രണ്ടിക്കുന്നില്ല. ഇതിനായിട്ട് അൻവർ സിനിമയ്ക്കകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചി കൊന്നി പാട്ടൊക്കെ ഉള്ള ഇവിടെ പേര് വന്നു കേട്ടോ, അതും ഇവിടെയൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇത് DJ പാട്ടുകൾ നടക്കുന്നുണ്ട് ഇവിടെ. വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ ഇവിടെ എന്തൊക്കെയുള്ള ചീനവല, പ്രിൻസസ് സ്ട്രീറ്റ്, ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ, സിറ്റി ബസ് സ്റ്റാൻഡ്, റോറോ ജെട്ടി, വേളി, ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മാപ്പിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് വാസ്കോ ഡ ഗാമ സ്ക്വയർ. ഫോർട്ട് കൊച്ചിയുടെ മറ്റൊരു മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് ഈ കാണുന്ന വാസ്കോ ഡ ഗാമ സ്ക്വയർ. അതുപോലെ തന്നെ ചീനവല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ വന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഒരു ചീനവലയുടെ ഇത് കാണാനാണ്, പ്രത്യേകിച്ച് ടൂറിസ്റ്റേഴ്സാണ് വരുന്നത്. മീൻസ് ഫോറിനേഴ്സാണ് അവർ കൂടുതലായിട്ടുള്ള ആൾക്കാർ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ നമുക്ക് ഇവിടെയാണ് കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് വരുന്ന വലിയ വലിയ ഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഇവിടുത്തെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മീൻ കച്ചവടമാണ് ഇവിടെ ഫസ്റ്റായിട്ട് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഈ പോകുന്ന വഴിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊക്കെ നമുക്ക് കണ്ടിട്ട് അങ്ങോട്ട് പോകാം. വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ വന്ന കൂടുതലും ഇതുപോലെ കച്ചവടങ്ങളാണ്. ഒരു ഭാഗത്ത് മത്സ്യബന്ധനം, പിന്നെ അതുപോലെ തന്നെ അല്ലാതുള്ള കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ എന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച കേട്ടോ, വലിയൊരു ഷിപ്പാണോ, കുറേ കണ്ടെയ്നറുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഇതുപോലത്തെ വലിയ ഷിപ്പൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതിൻ്റേതായ അന്താളിപ്പ് എൻ്റെ മുഖത്തുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കില്ല. ഇവിടെ നല്ലൊരു കാഴ്ചയുണ്ട്. ഇവിടെ ചീനവല എറിയുന്ന കേട്ടോ, ഒരുപാട് ചീനവലയുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. Oh, thank you. Only one way. ചേട്ടാ എന്തോ അല്ല 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 സാധാ വ്ളോഗ്. ഇതിപ്പോ ചീനവല എറിഞ്ഞു വെച്ചേക്കോണോ, എങ്ങനെ അത് ചീനവല അല്ലേ? ഞാൻ കൊല്ലം. കൊല്ലത്തുണ്ട്, നമ്മുടെ അടുത്ത് അവിടെ ആൾക്കാരെല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ ഇതട്ടുള്ള ചീനവല ഒന്നും അവിടെ അധികം കാണാൻ പറ്റത്തില്ല. ഇല്ല, ഇവിടെ വരണം കാണണമെങ്കിൽ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. പ്രശ്നമുണ്ടോ? ഇല്ല, ചേട്ടൻ്റെ പ്രശ്നമൊന്നുമില്ല. പഠിക്കണ്ട, കുഞ്ഞു ചാനലാണ് എൻ്റെത്. എന്താ ഇത് ഇപ്പൊ ഇത് പൊക്കി വെച്ചേക്കാണോ? അതോ
പൊക്കിയിടല്ലേ? അത് എല്ലാ ദിവസവും ഇങ്ങനെ പാല് കയറുന്നോണ്ടാണ് ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നത്. ഓ ഓ ഫുഡൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. ശരിക്കും ഇവർ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ പായൽ കാരണം പൊക്കി വെച്ചേക്കെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അടിപൊളിയാണ്. അപ്പോൾ ചേട്ടൻ എനിക്ക് പെർമിഷൻ തന്നിട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ അടുത്ത് പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു, കണ്ടോളാൻ പറഞ്ഞു. ആ അതെയോ ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് ഈ ചേട്ടന്മാർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ചീനവല പൊക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ആ ഓ കേട്ടോ താഴ്ന്നുണ്ടോ? ഇതാണ് സംഭവം ആണോ? ഇതിപ്പോൾ പായൽ കയറി കിടക്കുന്നതുകൊണ്ട് അവർ പൊക്കി വെച്ചേക്കാണ്. അല്ലാത്തപ്പോൾ മീൻ പിടിക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ വലിയ മുട്ട പാറക്കല്ലുകൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വെയിറ്റ് ഇട്ടിട്ടാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് ടൂറിസ്റ്റ് ഒക്കെ നിൽക്കുന്നുണ്ട്. അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചേട്ടൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു ഹാർബറിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതവിടെ ഉണ്ട് കേട്ടോ. അതും പൊക്കി വെച്ച് തരുക. ഇവിടെ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഇവിടെ തന്നെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ചേട്ടന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാഴ്ചകൾ മാത്രം ഇവിടെ കാണും. അത് അവിടെ ചീനവല പൊക്കുന്നുണ്ട്. ചീനവല പൊക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവരെന്തോ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഹെയ്സല എന്നൊക്കെ. അവരെ കൊണ്ട് ഇത് പൊക്കിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള പരിപാടികളാണ്. ഓ പുള്ളി ഭയങ്കര ഇംഗ്ലീഷാ കേട്ടോ. ഓ അതവിടെ പൊങ്ങുന്നുണ്ട് കേട്ടോ. ഫുൾ പവർ. അപ്പോൾ അതാണ് അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇങ്ങനത്തെ സംഭവം ഉള്ളത് കേട്ടോ. ഇതിനൊക്കെ നല്ല പൈസ അവർ മേടിക്കുന്നുണ്ട്. ആ നിൽക്കുന്ന അമ്മാവനാണ് അതിൻ്റെ ഓണർ. ഈ നല്ല കാശൊക്കെ മേടിക്കുന്നുണ്ടെന്നാണ് അവിടെ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല കേട്ടോ. മറ്റേ ക്രേസി ഗോപാല സിനിമയ്ക്കകത്ത് ഈ ഒരു സംഭവം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള കടൽ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കി നമ്മൾ നേരത്തെ കണ്ട കപ്പൽ തോന്നണം. ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം കണ്ടു കേട്ടോ. വൺ ഓഫ് ദ ഇതെന്തോ ഡ്രഡ്ജർ എന്തോ സംഭവം ആങ്കർ ഇവിടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളുണ്ടോ. കേരള വർക്കല ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പൊ വരുന്നില്ല. ചേട്ടൻ പൊളിയാണ് കേട്ടോ. ചേട്ടൻ നല്ല വൈബിലിരിക്കുവാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ ഇവിടെ വൈകിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടൊക്കെ ഒരുപാടൊക്കെ എന്തായാലും മറക്കണ്ട. ഇവിടുത്തെ ഈ സ്ട്രീറ്റ് തന്നെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വൺ ഡേ നിങ്ങൾക്ക് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ഥലങ്ങളൊന്നും മാത്രമാണ് ഈ ഒരു ഫോർട്ട് കൊച്ചി. അപ്പോഴത്തേക്ക് നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ആ ബെല്ലേക്ക് വന്ന് പൊട്ടി അമർത്തി ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.